ദേവ, നീ ഉറങ്ങിയില്ല അല്ലേ? പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല. നീ ഉറങ്ങിയില്ലേ? ഞാൻ പകല് കുറേ ഉറങ്ങി. ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന് പല മഹാരഥന്മാരുടെയും മുഖംമൂടികളൊക്കെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിക്ടിമാകപ്പെട്ട പെൺകുട്ടികളും സ്ത്രീകളും മുന്നോട്ട് വന്ന് ജെനുവിനായിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് അവർക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളെല്ലാം പുറത്ത് പറയുന്നൊരു സമയമാണ്. മാനസികമായിട്ട് വളരെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ചാനലിൽ ചെയ്യുന്ന ടോപ്പിക്കിന് നാർസിസത്തിൻ്റെ വീഡിയോസ് നമ്മൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എമ്പതി ഇല്ലാത്ത മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ് ഈ ചാനലിലൂടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ഇന്ന് ഞാൻ എമ്പതിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നാർസിസത്തിൻ്റെ വീഡിയോകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോയും ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളിലും പറഞ്ഞ കാര്യങ്ങളാണ്. നാർസിസ്റ്റുകൾക്ക് ഏറ്റവും നമ്പർ 1 സൈനായിട്ട്, ഒരു നാർസിസ്റ്റിനെ സ്പോട്ട് ചെയ്യാനുള്ള സൈനായിട്ട് പറയുന്നൊരു കാര്യമാണ് എമ്പതി ഇല്ലായ്മ. അപ്പോൾ എമ്പതി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും അയാളെ എന്താ പറയുക, അയാൾക്കുള്ളൊരു അബിലിറ്റിയാണ്, ഒരു മനുഷ്യനുള്ളൊരു അബിലിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാത്ത ആൾക്കാർ എമ്പതി പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനും അവരുടെ പേഴ്സണൽ ഗെയിനിനും വേണ്ടിയിട്ട് എമ്പതിയെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. കാരണം അവർക്ക് ജെനുവിനായിട്ട് എമ്പതി ഇല്ല. അവർക്ക് സിമ്പതി എന്ന് പറയുന്ന ഒരു കാര്യത്തെ എമ്പതിയായിട്ട് കാണിച്ചുകൊണ്ട് അഭിനയിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കമ്മ്യൂണൽ നാർസിസം എന്ന് പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം, നിങ്ങൾ ആ വീഡിയോയും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു എങ്ങനെയാണ് നമുക്ക് എമ്പതി ഉള്ള ആൾക്കാരെയും എമ്പതി ഇല്ലാത്ത ആൾക്കാരെയും സ്പോട്ട് ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാം. ഞാൻ ഈ വീഡിയോ രണ്ടായിട്ട് തിരിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ജെന്യുവൻ ആയിട്ടുള്ള എമ്പതിയുള്ള ആൾക്കാരുടെ സൈൻസും അതെങ്ങനെയാണ് സ്പോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതും. രണ്ടാമത്, എമ്പതി ഇല്ലാത്ത ആൾക്കാർ, എമ്പതി പ്രിറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, അഭിനയിക്കുന്ന ആൾക്കാരെയും അവരുടെ സൈൻസും അതെങ്ങനെയാണ് സ്പോട്ട് ചെയ്യുക എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ജെന്യുവനായിട്ട് എമ്പതിയുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ജെന്യുവനായിട്ടുള്ള എമ്പതിയുള്ള ആൾക്കാരുടെ നമ്പർ 1 സൈനാണ് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജെന്യുവനായിട്ടുള്ള എമ്പതിയുള്ള ആൾ വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. അവർ വളരെയധികം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ലൈക്ക് അവരെ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ആ ഒരു കാര്യം നമ്മൾ പറയുന്ന കാര്യത്തിൽ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കി നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. നമ്മളോട് അവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനൊപ്പം തന്നെ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, നമ്മുടെ എക്സ്പീരിയൻസുകൾ ജെന്യുവൻ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കും. അത് ലൈക്ക് നമ്മളെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ, ശരിക്കും എമ്പതിയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ജെന്യുവനായിട്ട് എമ്പതിയുള്ള ആൾക്കാരുടെ രണ്ടാമത്തെ സൈനാണ് ദേ വിൽ വാലിഡേറ്റ് അവർ ഫീലിങ്സ് എന്നുള്ളത്. അവർ നമ്മുടെ ഫീലിങ്സിന് വളരെയധികം വില തരുന്ന ആൾക്കാരായിരിക്കും. അവർ നമ്മുടെ ഇമോഷൻസ് പറയുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാതെ അവർ അതിനൊപ്പം നിൽക്കുകയും അതിൻ്റെ ഒപ്പം ആ ഒരു വിഷമത്തെ അവരനുഭവിക്കുന്ന ഒരു പ്രതീതി അത് നമുക്ക് അവരിൽ നിന്നും കണ്ടറിയാനായിട്ട് പറ്റും. നമുക്ക് അവരോട് സംവദിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ നോക്കുമ്പോൾ അറിയാം, അവർ കൃത്യമായിട്ടും ആ ഫീലിങ്സിനെ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടല്ല അവർ ആ ഒരു ലിസണിങ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് അവരോട് നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുമ്പോഴായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജെന്യുവനായിട്ട് എമ്പതിയുള്ള ആൾക്കാരുടെ മൂന്നാമത്തെ സൈനാണ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ് എന്നുള്ളത്. നമ്മളുടെ പെർസ്പെക്റ്റീവ്, നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ വളരെ ജെന്യുവനായിട്ട് അവർ ട്രൈ ചെയ്യും. അവർ മാക്സിമം ശ്രമിക്കും. നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നും നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്നും ജെന്യുവനായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം അവർ നടത്തും.
നാലാമത്തെ സൈൻ കമ്പാഷനേറ്റ് ആക്ഷൻസ് എന്നുള്ളതാണ്. അവർ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ശേഷം നമുക്ക് വേണ്ട ഹെൽപ്പ്, സപ്പോർട്ട്, അഡ്വൈസസ് ഒക്കെ നമുക്ക് തരും. കാരണം കൃത്യമായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഡ്വൈസസും ഹെൽപ്പും സപ്പോർട്ടും ആയിരിക്കും അവർക്ക് തരുന്നത്. കാരണം അവർ ആ സമയം കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് അവരുടെ എമ്പതി ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ജെന്യുവിൻ എമ്പതി ഉള്ളവരെ മനസ്സിലാക്കാനുള്ള അഞ്ചാമത്തെ സൈൻ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എമ്പതി ഒരു തവണ കാണിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പ്രറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു തവണയൊക്കെ പ്രറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എമ്പതി ശരിക്കുമുള്ള ഒരാൾക്ക് പിന്നെയും നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് തവണ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരിൽ ആ ഒരു എമ്പതി കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അവരുടെ പ്രസൻസിൽ നമുക്ക് ആ ഒരു എനർജി റെസണേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ജെന്യുവിൻ ആയിട്ടുള്ള എമ്പതിയുടെ സയൻസാണ്. ഇനി നമുക്ക് എമ്പതി അഭിനയിക്കുന്ന ആൾക്കാരെ പറ്റി സംസാരിക്കാം, എമ്പതി പ്രെറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത് പോലെ തന്നെ, നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ, എമ്പതി അഭിനയിക്കുന്ന ആൾക്കാർ അവർ ശരിക്കും അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പലപ്പോഴും അവർക്ക് വേണ്ടി മാത്രം സെൽഫ് സെൻറ്റേർഡായി നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് എമ്പതി അഭിനയിച്ചാൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ അടുത്തു നിന്ന്. അതിനുവേണ്ടി അവർ എമ്പതി പ്രെറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ക്ലിയർ കട്ടായിട്ട്. കാരണം നമ്മൾ ഇതിനൊരു അനാലിസിസ് രീതിയിലല്ലല്ലോ കാണുന്നത്. എപ്പോഴും ഒരു ഓപ്പൺ ഡോറ് അവർക്കുണ്ടായിരിക്കും. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മെടുക്കനുമായിരിക്കും ഈ ആൾക്കാർ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് എമ്പതി പ്രെറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഓരോരോ പോയിന്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിവിടെ ഇവരെങ്ങനെ നേരിടും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. എമ്പതി പ്രെറ്റൻഡ് ചെയ്യുന്നവരുടെ ഒരു നമ്പർ 1 സൈനാണ് സെൽഫ് സെൻറ്റേർഡ് ഫോക്കസ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവായി ലിസൺ ചെയ്യുന്ന ജെന്യുവിൻ എമ്പതിയുള്ള ഒരാളിന് പകരം നിങ്ങളുടെ ഈ പ്രെറ്റൻഡ് ചെയ്യുന്ന ആൾ, എമ്പതി പ്രെറ്റൻഡ് ചെയ്യുന്ന ആൾ നിങ്ങൾ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരത് റീഡയറക്റ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസുകളിലേക്ക് കൊണ്ടുവരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഫ്രം യുവർ ഷൂസ്, that guy will always think from his perspective. ലൈക്ക് എന്ത് നിങ്ങൾ പറഞ്ഞാലും, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ എന്ത് വിഷമകരമായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാലും അവരത് റീഡയറക്റ്റ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുകയും അവരുടെ എക്സ്പീരിയൻസ് സംസാരിക്കുകയും ചെയ്യും. സൈൻ നമ്പർ 2, സൂപ്പർഫിഷ്യൽ സിമ്പതി. നമുക്ക് പ്രകടമായിട്ട് തന്നെ മനസ്സിലാവും നമ്മളോട് ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള സിമ്പതി അവർ കാണിക്കുന്നത്. അയ്യോ കഷ്ടം, അയ്യോ അങ്ങനെ പറ്റിയില്ലേ, അയ്യോ ശോ അത് ഭയങ്കര ഇതായിപ്പോയി, മോശം കാര്യമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള സിമ്പതി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെന്യുവിൻ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവർ ചെയ്യത്തില്ല. നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജെന്യുവിനായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് കൃത്യമായി പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു സിമ്പതി കാണിക്കുന്നതാണ് ഈ ഒരു ഫേക്കായിട്ടുള്ള എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യം സ്പോട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ സൈൻ. എമ്പതി അഭിനയിക്കുന്ന ഒരാളെ നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള മൂന്നാമത്തെ സൈനാണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ അവരുടെ. അപ്പോൾ അവർ ഈ എമ്പതി പലപ്പോഴും നിങ്ങളോട് കാണിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ഈ സർട്ടൻ സിറ്റുവേഷൻസ് അവർക്ക് ബെനിഫിറ്റും അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കും അവർ എമ്പതി അഭിനയിക്കുന്നത്. ഒരു മിററിങ് പോലെയാണ് അവർ ചെയ്യുന്നത്. അവർ ശരിക്കും എമ്പതി എന്ന് പറയുന്ന കാര്യം ജെന്യുവിനായിട്ടുള്ള ആളിനെ കണ്ടിട്ട്, ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ അത് കണ്ടിട്ട് അത് മിറർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് അവിടെ വരുന്നില്ല. ഇവർ ആ ഒരു എമ്പതി അഭിനയിക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന, അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം ഉള്ള കാര്യങ്ങൾ സിറ്റുവേഷൻസിലായിരിക്കും അവർ ഈ കാര്യം ചെയ്യുക. എമ്പതി പ്രെറ്റൻഡ് ചെയ്യുന്നവരുടെ അഞ്ചാമത്തെ സൈനാണ് ലാക്ക് ഓഫ് ഫോളോ ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ എമ്പതി അഭിനയിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന സപ്പോർട്ട് തരാം, ഇന്ന ഹെൽപ്പ് തരാം എന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്യും. ഈ പ്രോമിസുകൾ കൊടുത്ത ശേഷം നമ്മൾ ജെന്യുവിനായിട്ട് ഒരു എമ്പതി കാണിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞ പോലെ അവർ ജെന്യുവിനായിട്ടുള്ള സപ്പോർട്ടും ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഹെൽപ്പും നമ്മൾ നീഡ്സ് മനസ്സിലാക്കി തരും എന്നുള്ളത് ഈ നേരെ ഓപ്പോസിറ്റാണ് പ്രെറ്റൻഡ് ചെയ്യുന്ന ആളുടെ കാര്യത്തിൽ. അയാൾ ഈ കാര്യം അങ്ങ് ഫോളോ അപ്പ് ചെയ്യാനുള്ള കാര്യം അങ്ങ് വിട്ടുകളയും. അതായത് നിങ്ങൾക്ക് ഈ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അയാളുടെ വഴിക്ക് പോകും. അപ്പോൾ
ശരിക്കും പ്രറ്റൻഡ് ചെയ്തുകൊണ്ട് എമ്പതി അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിമ്പതി കാണിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട ശേഷം നിങ്ങൾക്ക് സപ്പോർട്ട് തരാമെന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ശേഷം ഈ വ്യക്തി ആ വഴിക്ക് അങ്ങ് പോകും. പലപ്പോഴും എമ്പതി അഭിനയിക്കൽ എന്ന് പറയുന്നത് വളരെ സബ്റ്റിലായിട്ട് നമുക്ക് കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അത് കണ്ടെത്തിയാൽ തന്നെ മനസ്സിലായാൽ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ടും ഒരു പൊതു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ ഒരു പൊതുസമൂഹത്തിൽ അവർക്ക് ആക്സസ് കിട്ടുന്നുള്ളതുകൊണ്ടും അവർ എമ്പതി അഭിനയിക്കുന്നത് അവർ അംഗീകരിക്കും എന്നുള്ളത് കൊണ്ടും അങ്ങനെ ഉള്ളൊരു പ്രശ്നം കാരണം ശരിക്കും നിങ്ങളെ സ്പോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് എന്താ പറയുക, ചുറ്റുമുള്ളവർ അംഗീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും കൂടെ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. ശരിക്കും ഇയാൾക്ക് എമ്പതിയുണ്ട്, ഇയാൾ ശരിക്കും അത് ജെന്യുവനായിട്ടാണ് പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല കാര്യം. അത് കീ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ്, അതായത് നമുക്ക് ഇതിനകത്ത് ഇപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ അഡീഷണൽ ആയിട്ടുള്ള കീ ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഞാൻ പറയാം. ഒരു പ്രധാനപ്പെട്ട ഒരു സൈനാണ്, ജെന്യുവനായിട്ടുള്ള എമ്പതിയുടെ സൈനാണ് നമ്മളെ ബോഡി ലാംഗ്വേജ് സ്പോട്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് നിങ്ങൾ ഒരു ആ വ്യക്തിയുടെ ജെന്യുവനായിട്ടുള്ള എമ്പതി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് സ്പോട്ട് ചെയ്താൽ മതി നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ലൈക്ക് ഓൾവേസ് ശരിക്കും എമ്പതിയുള്ള ആൾ, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ഫോർവേഡ് ലീനിങ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഐ കോൺടാക്റ്റ് അയാൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ത്രൂ ഔട്ട് നിങ്ങളുടെ കോൺവെർസേഷനിൽ. ജെന്യുവനായിട്ടുള്ള ഇൻട്രസ്റ്റ് അയാൾ കാണിക്കുന്നുണ്ട് എന്ന് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവരുടെ ഹെഡ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ലീൻ ചെയ്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, നോഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിനൊപ്പം തന്നെ അവർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കിലായിരിക്കും നിങ്ങളോട് ഇരിക്കുന്നത്. അവരുടെ ബോഡി ജെസ്റ്റേഴ്സ് തന്നെ വളരെ പോസിറ്റീവായിട്ടും വളരെ ഫോർവേഡായിട്ടുമായിരിക്കും ജെന്യുവനായിട്ടുള്ള എമ്പതിയുള്ള ആൾ ഇരിക്കുന്നത്. പിന്നെ ഈ ഒതൻറ്റിസിറ്റി എന്നുള്ള കാര്യമാണ്. ഒതൻറ്റിസിറ്റി എന്താ ഞാൻ പറയുക, നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വേവ് ലെങ്ത് മാച്ച് ചെയ്യുന്ന പോലെ നമ്മൾ പറയാറില്ലേ, പെട്ടെന്ന് ഒരുപാട് നാൾ ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴും ഇവർ നമ്മളെ അതേ വേവ് ലെങ്തിലുള്ള ആളാണെന്ന് ഫീൽ ചെയ്യുന്നതും ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി റെസണേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അവർ എമ്പതറ്റിക് ആണ് എന്നുള്ളതിൻ്റെയും കൂടെ ഒരു സൈനായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിന് തോന്നും ഇവരുടെ എമ്പതി വളരെ ജെന്യുവനാണ്, ഇവർ വളരെ ജെന്യുവനായിട്ടുള്ള പേഴ്സണാണ്, അവർ കാണിക്കുന്ന ആ ഒരു ഒതൻറ്റിസിറ്റി വളരെ റിയൽ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഞാൻ കാര്യം, അത് അവരുടെ ബിഹേവിയേഴ്സിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എമ്പതി അഭിനയിക്കുന്നവരുടെ കാര്യത്തിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെയാണോ അവർ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. അവരുടെ ഒരു സുഹൃത്ത് വരുമ്പോൾ, അവരുടെ ഒരു ഫ്രണ്ട് വരുമ്പോൾ, അവരുടെ ഒരു അക്വൈൻറ്റൻസ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ബന്ധു വരുമ്പോഴൊക്കെ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. നമ്മളോട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെയാണോ, നമ്മളോട് കാണിക്കുന്ന ജെന്യുവനിറ്റി അല്ലെങ്കിൽ നമ്മളോട് അഭിനയിക്കുന്ന ജെന്യുവനിറ്റി പോലെയാണോ ശരിക്കും അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സീക്രട്ട് സിറ്റുവേഷൻസിൽ, വളരെ ക്ലോസ് സിറ്റുവേഷൻസിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യണം. ഇവർക്ക് രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങളാണ് ആ സമയത്ത് കാണിക്കുന്നതെങ്കിൽ, 2-3 തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഫേക്ക് ഒതൻറ്റിസിറ്റി ഉള്ള ഒരാളാണ്, ഫേക്ക് എമ്പതി കാണിക്കുന്ന ഒരാളാണ്, എമ്പതി പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒതൻറ്റിസിറ്റി എന്ന് പറയുന്ന കാര്യം, എമ്പതിയിലെ ഒതൻറ്റിസിറ്റി സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഗട്ട് ഫീലിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇയാൾ ജെന്യുവനായിട്ടുള്ളൊരു പേഴ്സൺ ആണോ എന്നുള്ളത്. അങ്ങനെ ജെന്യുവൻ അല്ലാത്ത ഒരു പേഴ്സണെ, നിങ്ങൾക്ക് ആക്റ്റീവ് ലിസണിങ് തരാത്ത, നിങ്ങളുടെ ജെന്യുവനായിട്ടുള്ള എമ്പതി കാണിക്കാത്ത ആ ഒരു വ്യക്തിയെ ഡിസ്റ്റൻസ് ഇടുക എന്നുള്ള കാര്യം നിങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.